ഹലോ നമസ്കാരം. ഇന്നിത് ഇവൾ എങ്ങോട്ടാണ് പോയതെന്ന് വെച്ചാൽ ഇതിന്ന് പോയതല്ല, മെയ് 1-ാം തീയതി ഞാൻ പോയതാട്ടോ. അതായത് നമ്മുടെ മംഗളാദേവി ക്ഷേത്രത്തിലെ ചിത്രപൗർണമി ഉത്സവമായിരുന്നു, വർഷത്തിലൊരിക്കൽ നടക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ കാണാനൊരു ആഗ്രഹം തോന്നിയിട്ട് ഞാൻ ഇവിടുന്ന് നൈറ്റ് കയറി. എന്നിട്ട് നമ്മൾ കുമളിയിലാണ് കേട്ടോ. എന്നിട്ട് കുമളിയിൽ ചെന്നിട്ട് ഞാനവിടെ സുഹിത്താട്ടൻ്റെ വീട്ടിലാട്ടോ നിന്നത്. അപ്പോൾ നൈറ്റ് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അവിടുന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്നിട്ട് അവിടുന്ന് രാവിലെ നടന്ന് ഞാനും സുഹിത്താട്ടനും കൂടിയാണ് പോയത്. അപ്പം നമ്മുടെ ഒരു സുഹൃത്താണ് സുഹിത്താട്ടൻ. അപ്പോൾ ചേച്ചിയും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് അത്രയും ദൂരം നടക്കാനുള്ളതുകൊണ്ട് അവർ വന്നില്ല. അപ്പം ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കുമളിയിൽ നിന്ന് നമ്മുടെ പെരിയാർ വന്യജീവി സങ്കേതത്തിലെ ഒരു വനത്തിലാണ്. അപ്പം നമ്മുടെ കേരള തമിഴ്നാട് ബോർഡറാണ്. വർഷത്തിലൊരിക്കൽ മാത്രമാണ് ഇവിടുത്തെ ഉത്സവം. അപ്പോഴേ ഇത് ഓപ്പൺ ചെയ്യുള്ളൂ. നമുക്ക് വനത്തിലൂടെ 14 കിലോമീറ്റർ നമ്മൾ നടന്നു പോകണം കേട്ടോ. അല്ലാതെ വണ്ടിയുണ്ട്, വണ്ടിക്കാണെങ്കിൽ വണ്ടിക്കും പോകാം. അപ്പോൾ നടന്നു പോകാനൊരു നല്ല രസമാണ്. ഞാൻ വൈകിട്ട് ചെന്നതുകൊണ്ട് തന്നെ എൻ്റെ മൊബൈലിൽ ചാർജ് ഇല്ലായിരുന്നു. അങ്ങനെ രാവിലെ ചാർജൊക്കെ ആക്കിയിട്ടാണ് പതിയെ ഞങ്ങൾ നടന്നു തുടങ്ങിയത്. ഇതാണ് സുഹിത്താട്ടൻ. സുഹിത്താട്ടൻ്റെ കൂടെ കൂട്ട് വന്നതാട്ടോ. ഞാനല്ലെങ്കിൽ ഒറ്റയ്ക്ക് വരും, പിന്നെ ഒരാളുള്ളത് നല്ലതല്ലേ എന്ന് വിചാരിച്ചു. എൻ്റെ കൂടെ ഞങ്ങൾ കുറേ ആയിട്ട് പ്ലാൻ ഇട്ടൊരുത്തി ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരിക്ക് ഷൂട്ടിന് തിരക്കായതുകൊണ്ട് അവൾക്ക് വരാൻ പറ്റിയില്ല, വലിയ സങ്കടമുണ്ട്. അപ്പം അങ്ങനെ ഞാൻ നടന്നു പോയി. തലേ ദിവസം മഴ പെയ്തതുകൊണ്ട് അവിടെ അട്ടയുണ്ടോ എന്ന് ചെറിയൊരു പേടിയുണ്ടായിരുന്നു കേട്ടോ. ഭാഗ്യത്തിന് ഉണ്ടായിരുന്നില്ല. നമ്മൾ ഈ വനത്തിലൂടെ ഇങ്ങനെ പോകുമ്പോൾ വലിയ കുഴപ്പമില്ല. ഒരു 6-7 കിലോമീറ്റർ എനിക്ക് തോന്നുന്നു വനത്തിൽ കൂടി തന്നെയാണ് നമ്മൾ പോകുന്നത്. കുറച്ച് അങ്ങ് ചെല്ലുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വെയിലൊക്കെ അടിക്കുന്ന രീതിയിൽ ഒരു മൊട്ടക്കുന്നുകളൊക്കെ വരാൻ തുടങ്ങും. അപ്പം കുറച്ച് ദുർഘടമായ വഴിയൊക്കെയാണ്. എങ്കിലും നമ്മുടെ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കങ്ങനെ പോകാം. ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് തന്നെ കുറേ ആളുകൾ അവിടെ കയറിയിട്ട് തിരിച്ചു വരുന്നുണ്ടായിരുന്നു. ഒരുപാട് തമിഴ്നാട്ടിൽ നിന്നും നമ്മുടെ ഇവിടെ നിന്നൊക്കെ വർഷാവർഷങ്ങളായിട്ട് വരുന്നവരുണ്ട്. ആ കാണുന്ന മലയിലാണ് നമുക്ക് പോകേണ്ടത്. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾക്ക് പ്ലാസ്റ്റിക് ഒന്നും കൊണ്ടുപോകാൻ പാടില്ല. അതെല്ലാം ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത്. ഒരുപാട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പോലീസുകാരും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. പിന്നെ സുഹിത്താട്ടൻ്റെയൊക്കെ വീട് അവിടെ തന്നെയാണ്. അവർ മുമ്പൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ ആദ്യം കേട്ടോ. കുറേ പേര് വർഷാവർഷം വരുന്നവരുണ്ട്. അപ്പം ഞാൻ പോകുന്ന വഴിക്ക് കണ്ട ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു, അമ്മൂമ്മ. അപ്പോൾ അമ്മച്ചി എല്ലാ വർഷവും വരുന്നുണ്ട്. 7-8ാമത്തെ തവണയാണ് വരുന്നത്. അപ്പോൾ അമ്മമ്മയുടെ കൂടെ വരുന്നവരൊക്കെ പുറേ വരുന്നേ ഉള്ളൂ. അമ്മമ്മ ജില്ലെന്ന് പറഞ്ഞ് പോകുമായിരുന്നു കേട്ടോ. അങ്ങനെ പകുതി ഒരു അമ്മമ്മയുടെ വർത്താനമൊക്കെ പറഞ്ഞു പോയി. പിന്നെ അങ്ങോട്ട് പോകുന്നൊരു വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്നും ഭയങ്കര മണ്ണും ഇതെല്ലാം കൂടെ പറന്നിട്ട് ഭയങ്കര ഒരു ഇതായിരുന്നു. ഞാൻ എല്ലാ തവണയും മിക്കപ്പോഴും ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ മാസ്ക് കൊണ്ടുവന്നു. ഇത്തവണയാണ് മാസ്കും കൊണ്ടുപോയില്ല. പിന്നെ പോകുന്ന ഓരോ സ്ഥലങ്ങൾ വെള്ളം വെച്ചിട്ടുണ്ട് നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ കുടിക്കാം. പിന്നെ വണ്ടി പോകുന്ന റോഡിൽ കൂടി കറങ്ങി പോകുന്ന നല്ല ഇടയ്ക്ക് ഇങ്ങനെയുള്ള മല കാണുമ്പോഴത്തേക്കും ആളുകൾ ഇങ്ങനെ കയറി പോകുന്നുണ്ട്. അപ്പം ഞാനും അങ്ങനെ മല കയറി ക്രോസ് ചെയ്താണ് പോയത്. നല്ല ചൂടും വെയിലും ദാഹവും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. പക്ഷെ നല്ലൊരു എൻ്റർടൈൻമെൻറ്റാണ് കേട്ടോ. അങ്ങനെ കയറി ചെന്നപ്പോൾ നമ്മൾ ഒരുപാട് ആളുകളെ കണ്ടു. ഇത് നമ്മൾ കയറി വരുന്ന വഴിയായിരുന്നു കേട്ടോ. നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്ന് കയറുന്നത്. ഇനി തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾ വരുന്ന വഴിയുണ്ട്. ഇതെങ്ങനെ ഉറുമ്പ് കണക്ക് കാണാം. ഇത് അങ്ങേ അറ്റത്ത് ആ മലയിൽ കണ്ടോ, അവിടെ നിന്നാണ് തമിഴ്നാട്ടിൽ നിന്ന് ആളുകൾ നടന്നു വരുന്നത് കേട്ടോ. അങ്ങനെ ചെന്ന് പിന്നെ പോകുന്ന വഴിക്ക് ഞാൻ കരുനാഗപ്പള്ളിയുള്ളതാണ് അജയ്. അങ്ങനെ പെട്ടെന്നൊരു ആളെ കണ്ടു, എൻ്റെ ഫോളോവറാണ്. അപ്പോൾ എൻ്റെ പരിചയമുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറേ പേരെയൊക്കെ കണ്ടു കേട്ടോ. കുറേ പേരൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. എൻ്റെ ആളുകളും തിക്കും തിരക്കുമായിട്ട് നടന്ന് പിന്നെ കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഇരുന്നിട്ട് പോയാൽ കൊള്ളാമെന്നൊക്കെ ആയി. അങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ ഇച്ചിരി നേരം ആ വെയിലത്ത് തന്നെ കേട്ടോ, തണലൊന്നും ഇല്ലാത്തതുകൊണ്ട് വെയിലത്തിരുന്ന് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ അങ്ങ് പോയി. പിന്നെ മുകളിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ഒരുപാട് മലകളും സ്ഥലങ്ങളും കാട്ടുപോത്തിനെയൊക്കെ കണ്ടു കേട്ടോ. ആനയൊന്നും കാണാൻ പറ്റിയില്ല. കണ്ടോ തമിഴ്നാട്ടിൽ നിന്ന് ആളുകൾ വരുന്ന ഇങ്ങനെ വരിക്കിന്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ നോക്കുമായിരുന്നു. അവിടെയുള്ളവർക്ക് ഇങ്ങനെ കുറേ കൂടി ബുദ്ധിമുട്ടാണ് അവിടെ നിന്ന് വരുന്നതെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒരുപാട് പോയി. അപ്പം തന്നെ വേറൊരു ആൻറ്റിയും അങ്കിളിനെയൊക്കെ കണ്ടു. അവരൊക്കെ സംസാരിച്ചു. അവർ ഇങ്ങനെ എവിടെയാണ് വീട് അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിച്ചു. പിന്നെ അവിടെ നിന്ന് പോയി. പിന്നെ വേറെ ഒരു ടീമിനെ കണ്ടു. അവരോടും വർത്താനമൊക്കെ പറഞ്ഞ വീഡിയോ എടുക്കുന്ന കണ്ടപ്പം ആ വീഡിയോ ഫേസ്ബുക്കിൽ ഇടാനല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വേണ്ടി സംസാരിച്ചു. കൊച്ചിനെയൊക്കെ കൊണ്ടുവരുന്നവരെ സമ്മതിക്കണം കേട്ടോ. അത്രയും ദൂരം നടന്ന് വരണ്ടേ. അപ്പം ചിലരൊക്കെ തിരിച്ചു പോകുമ്പോൾ നടന്ന് തന്നെ പോകും. ഞാൻ അപ്പം തന്നെ വിചാരിച്ചു വണ്ടിക്ക് തന്നെ പോവുള്ളൂ, മടുത്തുവെന്ന്. നമുക്കിപ്പോൾ എത്തുമെന്ന് തോന്നും കേട്ടോ. പക്ഷേ ഒരുപാട് ദൂരമുണ്ട്. അങ്ങനെ ഇവരെയും കണ്ടു. ഞാൻ കണ്ട കുറച്ച് പേരെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സന്തോഷം. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ആളുകളിങ്ങനെ വരുന്നു, മിണ്ടുന്നു, പിന്നെ അവരോടൊക്കെ സംസാരിക്കാൻ പറ്റുന്നു. മുഖവരയില്ലാതെ ഓടി വന്നിട്ട് കൈ പിടിക്കുന്നു, സംസാരിക്കുന്നു. ഒരുപാട് സന്തോഷമൊക്കെ തോന്നി. ഇവിടെ നമ്മൾ നിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നും ആ മല കഴിഞ്ഞാൽ ക്ഷേത്രമാണെന്ന്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് തോന്നും അത് കഴിഞ്ഞാൽ ക്ഷേത്രമാണെന്ന്. പക്ഷേ ഇല്ല, പിന്നെയും പോകണം. ആ ടോപ്പിലാണ് നമുക്ക് പോകേണ്ടത്.
ഇത് വണ്ടികൾ ഇങ്ങനെ വരിക്കിന് അവിടെ വന്നിട്ട് ഒന്ന് റൗണ്ട് അടിച്ച് ആളെ ഇറക്കുമ്പം തന്നെ ഈ വണ്ടിയിലേക്ക് ആളുകൾ ഇടിച്ച് കയറും കേട്ടോ. സീറ്റ് കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. താഴെ നമ്മൾ ടിക്കറ്റ് എടുത്താൽ ഇങ്ങോട്ട് കയറി വരാം. ഇവിടെ വന്നിട്ട് ഈ സൈഡിൽ നിൽക്കുമ്പോൾ നമുക്ക് തമിഴ്നാട് കാണാൻ പറ്റും കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ്. അടിപൊളിയായിട്ട് നമുക്ക് തമിഴ്നാട് അവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ കുറേ പേരൊക്കെ അവിടെ നിന്ന് സംസാരിച്ചു, അവിടെ നിന്ന് സ്ഥലങ്ങളൊക്കെ കണ്ടു. ഒരു മരം പോലും ഇല്ലാത്തതുകൊണ്ട് എങ്ങും ഇരിക്കാൻ സ്ഥലമില്ലെന്ന്, വൃത്തിയില്ലായിരുന്നു. അങ്ങനെ വിയർത്ത് കുളിച്ച് അങ്ങനെ നമ്മൾ താണ്ടെ ആഹാ തമിഴ്നാടിൻ്റെ സൗന്ദര്യമൊക്കെ നമ്മൾ ആസ്വദിക്കുന്നതേ കണ്ടോ. സൂം ചെയ്ത് പങ്കുന്നൊക്കെ ആളുകൾ വരുന്ന. പിന്നെ നമ്മൾ ഇവിടുന്ന് കയറിയാണ് മുകളിലേക്ക് പോകേണ്ടത്. അപ്പം അങ്ങനെ അവസാനം ഞാൻ ലക്ഷ്യത്തിലേക്ക് നടന്ന് നീങ്ങി അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്നാണ് അങ്ങോട്ട് കയറി പോകുന്നത് കേട്ടോ. രാവിലെയൊക്കെ വന്നാൽ ഭയങ്കര ക്യൂ ഇല്ലാതെയൊക്കെ നമുക്ക് പെട്ടെന്ന് തൊഴുതിട്ടൊക്കെ പോകാമായിരുന്നു. അപ്പോൾ ഇതിപ്പോഴത്തേക്ക് വന്ന് ഇങ്ങനെ നടന്ന് കയറി പോകുന്നേ ഉള്ളൂ. അവിടെ ചെന്നിട്ട് ഭയങ്കര ക്യൂ ആയിരുന്നു. അവിടെ ചെന്ന് കുറേ നേരം നമ്മൾ നിൽക്കണം. അപ്പം ഇവിടെ തമിഴ് ആളുകളും മലയാളികളും ഉണ്ട് കേട്ടോ. അവർക്ക് ഫുഡൊക്കെ നമ്മുടെ കേരള ഫുഡും തമിഴ്നാട് ഫുഡും ഒക്കെ ഉണ്ട് ഇവിടെ. വേറെ കടകളും മറ്റു കാര്യങ്ങളൊന്നുമില്ല. അവരെല്ലാം അവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ്. നമ്മളിങ്ങനെ ക്യൂ നിന്ന് വേണം കയറി പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവസാനം ഞാൻ അവിടെ എത്തി. അപ്പം ഞാനിത് റീലിലൊക്കെ കണ്ടിട്ടുണ്ട്, അങ്ങനെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നമ്മളിതിനകത്ത് കയറി. ഇവിടെ ഒരു 4 ക്ഷേത്രം പോലെ 4 കോവിൽ പോലെ ഉണ്ട്. അതിൽ 2 മെയിനായിട്ട് പൂജ നടക്കുന്നത്. ഒരെണ്ണത്തിൽ തമിഴ്നാട് രീതിയിലും ഒരെണ്ണത്തിൽ മലയാളികളുടെ നമ്മുടെ രീതിയിലുള്ള പൂജകളാണ് നടത്തുന്നത്. അപ്പം ഞാൻ ഒരിടത്തേ തൊഴുതുള്ളൂ, ഒരിടത്തേ കയറിയുള്ളൂ. തൊട്ടപ്പുറത്തിട്ട് കയറാമെന്ന് വെച്ചാൽ തൊഴാൻ പറ്റിയില്ല. അവിടെ ഭയങ്കരമായിട്ട് ക്യൂ ഉണ്ടായിരുന്നു. ഞാൻ ചിലപ്പോൾ അവിടെയൊക്കെ നിന്ന് അവസാനം ഞാൻ മല ഇറങ്ങി വീട്ടിൽ ചെല്ലുമ്പോൾ ഒരുപാട് സമയമാവും. അങ്ങനെ അവിടെ നിന്നിട്ട് ഇവിടെ മാത്രമേ കയറിയുള്ളൂ. അവിടെ നിന്നിട്ട് ഞാൻ പിന്നെ അവിടെ നമ്മൾ പോകാമെന്ന് പറഞ്ഞിട്ട് തിരിച്ച് ഞാൻ ഈ സൈഡിൽ കൂടെ പോകുന്നത്. ആ തിരക്കിനിടയിൽ കൂടെ ഇറങ്ങി പോകുന്നതും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഇതുവഴി പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഇപ്പുറത്തെ സൈഡിലൊക്കെ നല്ല വ്യൂ ആയിട്ടുള്ള നല്ല രസമാണ് കാണാനും ഒക്കെ വേണ്ടി. പക്ഷേ വെയിലിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ അവിടെ കണ്ടിട്ട് പോയി. അപ്പോഴെനിക്ക് അതിശയമാണ്, ഇതിൻ്റെ മുകളിൽ എങ്ങനെ ഈ കരിങ്കല്ലൊക്കെ വെച്ച് ഇത്രയും, അതും വർഷങ്ങൾക്ക് 1000-ത്തിലധികം വർഷം പഴക്കമുള്ളൊരു ക്ഷേത്രമാണ്. അപ്പോൾ അത്രയും വർഷം പഴക്കമുള്ള ഇവിടെ എങ്ങനെ ഇതൊക്കെ എപ്പോൾ കയറ്റി, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമ്മളതൊക്കെയാണല്ലോ ചിന്തിക്കുന്നത്. അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ ഈ വണ്ടികളൊക്കെ എങ്ങനെയാണ് നിർത്തിയിട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ഭക്ഷണം കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പം കേരള സ്റ്റൈൽ ഫുഡൊക്കെ ഉണ്ടായിരുന്നു, ചോറൊക്കെ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇത് തക്കാളിച്ചോറാണ് കേട്ടോ. തമിഴ്നാട് സ്റ്റൈലിൽ തക്കാളിച്ചോറാണ്, നാരങ്ങയൊക്കെ ഇട്ട് നാരങ്ങാനീരൊക്കെ ഒഴിച്ചതാണ്. അപ്പോൾ അതും മേടിച്ചിട്ട് നമ്മൾ ഇങ്ങ് വന്ന്, ഞാനിവിടെ ഇരുന്നാണ് കഴിച്ചതെന്നറിയോ. അതെ, ഇങ്ങിരുന്ന് നല്ല വ്യൂ ഒക്കെ കണ്ട് ഇവിടെ ഇരുന്നാണ് കഴിച്ചത്. വെള്ളം ഉണ്ടായിരുന്നു, അതിന് വെള്ളമൊക്കെ കുടിച്ച് അവിടെ ഇരുന്ന് എല്ലാവരും വെയിലത്തിരുന്ന്. എന്തായാലും വിശന്ന് വന്നതുകൊണ്ട് ഭയങ്കര തൃപ്തിയായിട്ട് തോന്നി. പെട്ടെന്ന് നമുക്ക് ഇത് കിട്ടിയത് ഭയങ്കര ആശ്വാസമായി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. കണ്ടോ നല്ല രസമല്ലേ, നല്ല വ്യൂ അല്ലേ. അങ്ങനെ അടിപൊളിയായിട്ട് അവിടെ ഇരുന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചത്. ഈ സൈഡിലായിട്ടൊരു കുളമുണ്ട് കേട്ടോ. അതിൻ്റെ ഇപ്പുറത്ത് കുറേ പേരൊക്കെ അവിടെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ചെറിയ മരം എന്തോ ഉണ്ട്, അവിടെ മാത്രം ഇച്ചിരി തണലുണ്ട്. അതുകൊണ്ട് അവിടെയാണ് പോലീസുകാരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അങ്ങനെ തുടങ്ങി കുറേ വരുന്നവരും പിള്ളേരും ഒക്കെ ആ സൈഡിലായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ വന്ന് അവിടെ നിന്നിട്ട് കണ്ടോ പോലീസുകാരൊക്കെ ഇരിക്കുന്നുണ്ടോ. അവർ കുറേ നേരം അവിടെ ഇരിക്കും. അപ്പോൾ രാവിലെ മുതൽ ഇവരെ സമ്മതിക്കണം ആ തിരക്ക് നിയന്ത്രിക്കാനും ഓട്ടവും ഒക്കെ ആയിട്ട്. അവരെന്നാലും ആരോടും ദേഷ്യപ്പെടാതെയൊക്കെ ഭയങ്കര കാര്യമായിട്ട് കേട്ടോ എല്ലാവർക്കും വഴി പറഞ്ഞു കൊടുക്കുന്നതും അങ്ങോട്ട് തിരിച്ചു വിടുന്നതും ഒക്കെ. നമുക്കൊക്കെ കുറച്ച് വെയിലൊക്കെ അടിക്കുമ്പോൾ ആരെന്തെങ്കിലും പറയുമ്പോൾ തന്നെ എങ്ങനെയും പോയാൽ മതി എന്നൊക്കെ തോന്നും. അവർ ഭയങ്കര ആത്മാർത്ഥമായിട്ട് ഡ്യൂട്ടി ചെയ്യുന്നത് ഭയങ്കര സ്നേഹം തോന്നി. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാൻ നേരം ഇവിടുന്ന് വണ്ടി ഉണ്ടായിരുന്നേ. അപ്പം ഇതിപ്പോൾ എൻ്റെ ഫ്രണ്ട് ഭാഗത്തൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. എങ്ങനെയൊക്കെയോ സുഹിത്തേട്ടൻ്റെ കൂട്ടുകാരൻ്റെ ജീപ്പാണ്. അപ്പോൾ ആ പരിചയം വെച്ച് നമ്മളെ കയറ്റിയതാണ്. എൻ്റെ മടിയിലൊക്കെ ആളിരിപ്പുണ്ട്, എൻ്റെ മടിയിലൊരു ചേച്ചി വന്നിരിപ്പുണ്ട്. അതുകൊണ്ട് എനിക്ക് ഫ്രണ്ടിലത്തെ വ്യൂ ഒന്നും എടുക്കാനും പറ്റിയില്ല. പിന്നെ എങ്ങനെയും പോയാൽ മതിയെന്നായി. ചെറിയ രീതിയിൽ മഴക്കോളൊക്കെ വരാൻ തുടങ്ങിയായിരുന്നു. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഭയങ്കര മണ്ണടിച്ചിട്ട് നമ്മുടെ വായിക്കകത്തൊക്കെ മണ്ണ്, ഒരു വേറെ ഫീലാണ്. എങ്ങനെയെങ്കിലും പോകണം എന്നുള്ളതായിരുന്നു എനിക്ക് കേട്ടോ. അവിടെ പോയി ബാക്കിയുള്ളവരുടെ കാര്യം എന്ന് വെച്ചാൽ എൻജോയ് ചെയ്യാൻ പോകുന്നവരൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഇങ്ങനെയൊന്നും അല്ല എന്ന് പറയുന്നവർ കാണും. ഞാൻ എൻ്റെ അനുഭവമാണ് കേട്ടോ പറയുന്നത്. ഞാനിങ്ങനെ അധികം ദൂരമൊക്കെ ഇത്രയും 14 കിലോമീറ്ററൊക്കെ നടന്ന് വന്നതല്ലേ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ താഴെ വന്ന് വണ്ടി നിർത്തിയിട്ട് നമ്മളവിടെ ഇറങ്ങിയപ്പോൾ എന്നെ ഇവിടെ ഈ സാറ് മുന്നേ കണ്ട് പുള്ളിക്കാരൻ എന്നെ പൊക്കിയിരിക്കുന്നു ഗൈസ്. പുള്ളി പറഞ്ഞു, ഞാൻ എന്തോ ഒരു കമൻറ്റ് ഇട്ടപ്പോഴത്തേക്കും മായാവി അതിൽ വന്ന് എന്തോ എന്നോട് ദേഷ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ആ കമൻറ്റ് ഓർമ്മയില്ല. പക്ഷേ എന്തോ സീരിയസ് ആയിട്ട് ഞാൻ ഇട്ട പോസ്റ്റിൽ ഇങ്ങനെ നമ്മൾ അക്കൗണ്ട് നോക്കുന്നില്ല, സാറാണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ എന്തോ പറഞ്ഞു, ഞാനും അപ്പോൾ എന്തോ ദേഷ്യപ്പെട്ട് കമൻറ്റ് ഇട്ടു, റിപ്ലൈ ഇട്ടു. അപ്പോൾ രതീഷ് എന്നാണ് സാറിൻ്റെ പേര്. അപ്പോൾ സാറൊന്നും മിണ്ടി എന്നോട് സംസാരിച്ച് ഒരുപാട് സ്നേഹം തോന്നി. കാരണം നമ്മളെ ഇങ്ങോട്ടൊന്ന് സംസാരിക്കാനും മിണ്ടാനും ഒക്കെ പറ്റിയല്ലോ, അതെന്നെ വലിയ കാര്യം. അങ്ങനെ ഞങ്ങൾ താഴെ ഇറങ്ങിയപ്പോഴേക്കും മലയിൽ മഴയാണ് എന്ന് നമുക്കറിയാൻ പറ്റി. അപ്പോൾ നേരിട്ട് ഞാൻ വീട്ടിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നനഞ്ഞ്
ഒക്കെ വന്നതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് ചേച്ചിയുടെ സുഹിത്തേട്ടൻ്റെ വീട്ടിലോട്ട് പോയി. അപ്പോഴത്തേക്ക് എന്നെ കാണാൻ വേണ്ടി സുഹിത്തേട്ടൻ്റെ അനിയൻ്റെ ഭാര്യയും മക്കളൊക്കെ അപ്പുറത്ത് വീട്ടിലാണ്. പിന്നെ രാത്രി കറണ്ടൊക്കെ പോയിട്ട് എല്ലാവർക്കും ഒന്നും കാണാൻ പറ്റിയില്ല. അങ്ങനെ എല്ലാവരും കൂടി അങ്ങനെ അവിടുന്ന് ഭയങ്കര കാര്യമായിട്ട് എല്ലാവരും ടാറ്റയൊക്കെ പറഞ്ഞു. വൈകുന്നേരം ആയോട്ടോ, 6 മണി ഒക്കെ കഴിഞ്ഞു. 6 മണി 7 മണി ആവാറായപ്പോഴാണ് 6 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത് തന്നെ. അങ്ങനെ ടാറ്റയൊക്കെ തന്നിറങ്ങി. പിന്നെയും കറണ്ട് പോയി കേട്ടോ ഞാൻ ഇറങ്ങാൻ നേരം. അപ്പോൾ ശാരിക ചേച്ചി പറയായിരുന്നു ഇനി കറണ്ട് ഉള്ളപ്പോൾ വരണം എന്നൊക്കെ. ഞാൻ പറഞ്ഞു ഞാൻ വന്നതിൻ്റെ ഐശ്വര്യമായിരിക്കുമെന്ന്. അങ്ങനെ ടാറ്റ പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോരുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റ.